കേന്ദ്ര മോട്ടോർ വാഹന ചട്ട ഭേദഗതി കേരളത്തിലും കർശനമാക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ്. പുതുതായി ഭേദഗതി ചെയ്ത സെൻട്രൽ മോട്ടോർ വാഹന ചട്ടങ്ങൾ 2026 പ്രകാരം വാഹൻ ചലാൻ സംവിധാനമാണ് കൂടുതൽ കർശനമാക്കിയിരിക്കുന്നത്. ഇനി പഴയ പോലെയാകില്ല കാര്യങ്ങൾ. റോഡ് നിയമങ്ങൾ ലംഘിച്ച് പിഴയൊടുക്കാനുള്ളവർ കരുതിയിരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ലൈസൻസ് തന്നെ പോയേക്കും. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം വാഹനം കരിമ്പട്ടികയിലും പെടാം. എന്തൊക്കെയാണ് പുതിയ മാറ്റത്തിന്റെ ഭാഗമായി വരുന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. നോക്കൂ, MBD കേന്ദ്ര നിയമം നടപ്പാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പിടിമുറുക്കാൻ പോവുകയാണ് MBD. കാരണം ഇതുവരെ എന്താ പറയുക, പോയതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. ഒരു ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ലൈസൻസ് പോയേക്കാം. വാഹനം വരെ ഒരുപക്ഷെ കരിമ്പട്ടികയിൽപ്പെടുത്തിയാൽ അതിൻ്റെ കൈമാറ്റമോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രയാസത്തിൽപ്പെടും. എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ MBD പിടിമുറുക്കുകയാണ്. കേന്ദ്ര നിയമം കേരളത്തിൽ നടപ്പാക്കുകയാണ്. കേരളത്തിൽ മാത്രമായ ഒരു നിയമമില്ല. പക്ഷേ എന്നാൽ പോലും കേന്ദ്ര നിയമം അത് അമെൻഡ് ചെയ്ത് വന്നതിന് ശേഷം കേരളത്തിൽ അത് അപ്പാടെ നടപ്പാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വലിയ പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകും. പക്ഷേ അതിലെ ചില ഏടുകൾ, അതായത് ചലാൻ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അത് വളരെ കർശനമാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നോക്കാം എന്തൊക്കെയാണ്. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ നമ്മൾ മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ജനുവരി 1 മുതൽ പുതിയ നിയമം എത്തി എന്നുള്ളതാണ്. അതായത് നിയമം ഓൾറെഡി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ആ നിയമം എന്നുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. വർഷത്തിൽ 5 ചലാൻ, അതായത് ഒരു വർഷത്തിൽ 5 ചലാൻ ലഭിച്ചാൽ 5 തവണ റോഡ് നിയമങ്ങൾ ലംഘിച്ച് വാഹനം ഓടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ലൈസൻസ് പോയേക്കും. അതാണ്, ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇനി ചലാൻ വരാതെ നോക്കുക, റോഡ് നിയമങ്ങൾ കാറ്റിൽ പറത്താതിരിക്കുക, അത് ലംഘിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പോംവഴി എന്ന് പറയുന്നത്. 1 or 2 തവണ അല്ല, 5 തവണ വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തിനിടയിൽ 5 തവണ ചലാൻ വന്നാൽ അതിലിപ്പോൾ ഹെൽമെറ്റ് ഇടാതെ പോകുന്നതുണ്ടാകാം, അതിവേഗമുണ്ടാകാം, ഒരുപക്ഷെ അതിവേഗത്തിൽ ഓടിക്കുന്നതുണ്ടാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്താ പറയുക യെല്ലോ റെഡ് ലൈറ്റ് കടന്നു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഏതൊക്കെ തരത്തിൽ റോഡ് നിയമങ്ങൾ നമ്മൾ ലംഘിക്കുന്നുണ്ടോ 5 തവണയാൽ നിങ്ങളെ ലൈസൻസ് റദ്ദാക്കും. ഓക്കെ, ഇനി അടുത്തതിൽ നമ്മൾ നോക്കുന്നത് പിഴയടയ്ക്കാൻ ആകെ ഉണ്ടാവുക 45 ദിവസമാണ്. ഇപ്പോൾ നമ്മൾ എന്താണ് സാധാരണഗതിയിൽ ചെയ്യുക? എപ്പോഴാണ് നമുക്ക് പിഴ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് മെസ്സേജായി വരും. അങ്ങനെയുണ്ട്. നമുക്ക് പറ്റുന്ന സമയത്തായിരുന്നു ഒരു പക്ഷേ നമ്മൾ കൊണ്ട് ചെന്ന് അടയ്ക്കാറ്. പക്ഷേ ഇനി അത് സാധിക്കില്ല. 45 ദിവസം സാവകാശം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ കർശന നടപടിയാകും. പിഴക്കുടിശ്ശികയുള്ള വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താനുള്ള ഒരു അധികാരം കൂടിയുണ്ട് RTOക്ക് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അങ്ങനെ കരിമ്പട്ടികയിൽ പെടുത്തി കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതെന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അതായത് വാഹനങ്ങളുടെ കൈമാറ്റം, ഫിറ്റ്നസ് നൽകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ സേവനങ്ങൾ തടയും. അതായത് പരിവാഹൻ ആപ്പ് വഴിയുള്ള സേവനങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ അത് ഗുരുതരമായി ബാധിക്കുമെന്നുള്ളതാണ്. കുടിശ്ശികയുള്ള വാഹനങ്ങൾ തടഞ്ഞു വെക്കാം ഉദ്യോഗസ്ഥർക്ക്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ വാഹനങ്ങൾ ഓടിച്ചു പോവുകയാണ്, കുടിശ്ശികയുണ്ട്, ഒരു ഉദ്യോഗസ്ഥന് അത് കൈകാട്ടി നിർത്തി അത് തടഞ്ഞു വെക്കാം. അത് കോടതിയുടെ അനുമതി പ്രകാരം ആ വാഹനം കസ്റ്റഡിയിലെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഞാൻ പണം അടച്ചോളാം എന്ന് പറഞ്ഞ് പോകാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, കുറെ കൂടി കാര്യങ്ങൾ കർശനമാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി നോക്കാം, ഇനിയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഇപ്പോൾ നിയമ നടപടികൾ RC ഉടമയ്ക്കെതിരെ ആയിരിക്കും. അതായത് നമ്മുടെ വാഹനം, എൻ്റെ വാഹനം മറ്റാരെങ്കിലും ഓടിച്ചു പോയാലും അതിന് ഏതെങ്കിലും തരത്തിൽ നിയമങ്ങൾ ലംഘിച്ച് പിഴ വന്നാലോ മറ്റേതെങ്കിലും തരത്തിൽ റോഡ് ഗതാഗത നിയമങ്ങൾ അങ്ങ് കാറ്റിൽ പറത്തിയാലോ ഞാനായിരിക്കും അതിന് ഉത്തരവാദി, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അതിന് ഉത്തരവാദി. അപ്പോൾ RC ഉടമകൾ കരുതിയിരിക്കുക. കാരണം വാഹനം കൈമാറുമ്പോൾ, കൈവിട്ട് കൊടുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത് എന്നർത്ഥം. ഇനിയിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. ഇതാണത്, വാഹനം ഓടിച്ചത് ആരാണ് എന്ന് തെളിയിക്കേണ്ടത് അത് വാഹന ഉടമ തന്നെയാണ് എന്നുള്ള ഒരു കാര്യം. അതായത് നേരത്തെ ഞാനല്ല വാഹനം ഓടിച്ചത് എന്ന് നമുക്ക് പറയാമായിരുന്നെങ്കിലും ഓടിച്ചത് ഞാനല്ല എന്ന് തെളിയിക്കേണ്ടത് അത് ഉടമയുടെ, RC ഉടമയുടെ ഒരു എന്താ പറയുക ബാധ്യതയായി വരികയാണ്. അപ്പോൾ എല്ലാ തരത്തിലും വളരെ കർക്കശമാക്കുകയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ RB സനൂപ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകി. ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ, ഇതെങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത്, എങ്ങനെ കരുതിയിരിക്കണം എന്നുള്ള കാര്യമൊക്കെ RB സനൂപ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു തരും.
രാജ്യത്ത് വാഹന അപകടങ്ങളുടെ എണ്ണം കൂടുന്നു, അതുപോലെ തന്നെ നിയമലംഘകരുടെയും എണ്ണം കൂടുന്നു. കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും തന്നെ പാലിക്കാതെ ഇപ്പോഴും നിയമലംഘനം നടത്തുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കിയാൽ മാത്രമേ ഇതിലൊരു മാറ്റമുണ്ടാവൂ എന്ന് കണ്ടുകൊണ്ടാണ് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം തീരുമാനമെടുക്കുകയും ഈ വർഷം ജനുവരി 1 മുതൽ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തത്. ഈ നിയമമാണ് കേരളത്തിലും കർശനമായി നടപ്പിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വർഷം 5-ൽ കൂടുതൽ ചെലാൻ ലഭിക്കുന്ന ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുക എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം, ഹെൽമറ്റ് ധരിക്കാതിരിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, റെഡ് സിഗ്നൽ ജമ്പ് ചെയ്ത് മറികടന്ന് പോവുക തുടങ്ങിയൊക്കെ തന്നെ നിയമലംഘനങ്ങളാണ്. ഈ ചെറിയ നിയമലംഘനങ്ങൾക്ക് പോലും കർശനമായിട്ടുള്ള നടപടി വേണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു വർഷം 5-ൽ കൂടുതൽ ചെലാൻ ലഭിക്കുകയാണെങ്കിൽ ആ വാഹനം ഓടിക്കുന്ന ആളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ ഒരു ചെല്ലാൻ ലഭിക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ 5 തവണ കിട്ടിയാലുള്ള പ്രശ്നമാണ്. ഇനി ചെല്ലാൻ ലഭിക്കുകയാണെങ്കിൽ അത് നമുക്കറിയാം, ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ചെന്ന് ഈ ചെലാൻ അടച്ച് പിഴ തീർക്കാവുന്നതാണ്. പക്ഷേ ഇനി അതിനൊരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം 45 ദിവസത്തിനുള്ളിൽ ഈ ചെലാൻ അടച്ചിരിക്കണം. ചെലാൻ അടച്ചില്ലെങ്കിൽ ആ വാഹനത്തെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ വാഹനത്തിൻ്റെ ഒരു സേവനവും ലഭിക്കില്ല. എല്ലാ സേവനങ്ങളും ഈ പരിവാഹൻ സൈറ്റിൽ തടയപ്പെടും. അതായത് വാഹനത്തിൻ്റെ ഫിറ്റ്നസ് പുതുക്കാൻ കൊണ്ടുവരികയാണെങ്കിൽ, ഇൻഷുറൻസ് അടയ്ക്കണമെങ്കിൽ, അതിൻ്റെ പൊല്യൂഷൻ തീർന്നിട്ട് പൊല്യൂഷൻ എടുക്കണമെങ്കിൽ, എന്തിനേറെ വാഹനത്തിൻ്റെ ഉടമസ്ഥ അവകാശം മാറ്റണമെങ്കിൽ പോലും ഈ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ നടക്കില്ല. ഇതെല്ലാം തന്നെ തടസ്സപ്പെടുന്ന രീതിയാണ്. ഈ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വാഹനം അത് വേണമെങ്കിൽ പിടിച്ചെടുക്കാനുള്ള അധികാരം കൂടി ഉദ്യോഗസ്ഥർക്ക് നൽകുന്നുണ്ട് ഈ നിയമം. അപ്പോൾ അങ്ങനെ വളരെ കർശനമായിട്ടുള്ള നടപടിയാണ് വരുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന 5 ചെലാനുകൾ വരികയാണെങ്കിൽ അവരെ സ്ഥിരം കുറ്റവാളി എന്ന കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുത്തുക. ഇനി ഈ ചെലാനൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ആ ചെലാനിൽ നമുക്ക് പരാതി ഉണ്ടെന്ന് കരുതുക. ആ പരാതി പരിഹരിക്കാനും പുതിയ മാർഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 45 ദിവസത്തിനുള്ളിൽ നമ്മൾ പരിവാഹൻ സൈറ്റിൽ ഈ പരാതി നൽകണം. അതായത് താനല്ല ഈ പറയുന്ന നിയമലംഘനങ്ങൾ നടത്തി എന്നുള്ള കാര്യമൊക്കെ അതിൽ പറയണം. അതിൽ പറഞ്ഞ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ അധികാരികൾ അതിൽ നടപടിയെടുക്കണം. ഇനി അത് പരാതി തള്ളുകയാണെങ്കിൽ, പരാതി തള്ളിക്കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ആ പിഴത്തുക നമ്മൾ അടയ്ക്കുകയും വേണം. ഇനി ഒരുപക്ഷെ കോടതിയിൽ പോകാനാണ് ആഗ്രഹമെങ്കിൽ അതിനുമുണ്ട് പുതിയ വ്യവസ്ഥ. 50% പിഴത്തുക കെട്ടിവെച്ച ശേഷം മാത്രമേ കോടതിയിൽ നമുക്ക് നീങ്ങാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള മാറ്റമാണ് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഏറ്റവും വലിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാം പ്രശ്നങ്ങളും വരാൻ പോകുന്നത് RC ഉടമയ്ക്കായിരിക്കും. വാഹനം വിറ്റ ശേഷം മറ്റൊരാളാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ, ഉടമസ്ഥാവകാശം മാറിയിട്ടില്ലെങ്കിൽ ആരുടെ പേരിലാണോ RC ഉള്ളത് അയാൾ കുടുങ്ങിയിരിക്കും. മറ്റുള്ള ആളാണ് ഈ പറയുന്ന നിയമലംഘനങ്ങളൊക്കെ നടത്തുന്നതെങ്കിൽ പോലും RC ഉടമയ്ക്കാണ് എല്ലാ ഉത്തരവാദിത്വവും. താനല്ല വാഹനം ഓടിച്ചതെന്ന് തെളിയിക്കേണ്ട ബാധ്യതയടക്കം ഈ പറയുന്ന RC ഉടമയ്ക്കായിരിക്കും. അതുകൊണ്ട് കേന്ദ്ര മോട്ടോർ വാഹന നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ പോവുകയാണ്. നിയമലംഘകർ സൂക്ഷിച്ചോണം. അതേപോലെ വാഹനം ഓടിക്കുന്നവരും വളരെ സൂക്ഷിച്ചു വേണം ഓടിക്കാൻ. എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. വാഹനം എടുക്കുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം. ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽമറ്റ് അടക്കം വെക്കണം, അല്ലെങ്കിൽ പണി പാളും. ഓക്കെ, ഇല്ലെങ്കിൽ പണി പാളും എന്നാണ് RB സനൂപ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ നാളെ മുതൽ വാഹനം ഓടിക്കുമ്പോൾ, വാഹനം എടുത്ത് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തലയിലുണ്ടാകണം. വലിയ പ്രശ്നങ്ങളാകും. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലൈസൻസ് എടുക്കാനുള്ള പ്രയാസം എന്താണ്, ഒരു വാഹനം നമ്മളെ സംബന്ധിച്ച് അത് നഷ്ടപ്പെടുന്ന സാഹചര്യം, അതിൻ്റെ എന്താ പറയുക കൈമാറ്റമോ അതിൻ്റെ ഫിറ്റ്നസ്സോ ഒക്കെ നമുക്ക് കിട്ടാതെ പോയാൽ എന്തായിരിക്കും നമ്മളുടെ സാഹചര്യം. അപ്പോൾ അതൊന്നും വേണ്ട. നാളെ തൊട്ട് കൃത്യമായി റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കുക, കർശനമാക്കിയിട്ടുണ്ട്, കരുതിയിരിക്കുക.